കഷ്ടപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് മിക്ക അച്ഛന്മാരും അവർ ഇപ്പോൾ എനിക്ക് എൻ്റെ ബന്ധുക്കളിൽ ഒരുപാട് പേര് വിദേശത്ത് ജോലിക്ക് പോയിട്ടുള്ളവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഒരു പ്രായമാകുമ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും, അതായത് ആ ഭാര്യയും ഭാര്യയോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇത്രയും വർഷമായി വിവാഹം കഴിച്ചിട്ട്, മക്കളുടെ കല്യാണവും കഴിഞ്ഞിട്ടുണ്ട്, ഇത്രയും വർഷമായി വിവാഹം കഴിച്ചിട്ട് ഇത്ര വർഷം കൂടുമ്പോഴാണല്ലോ ലീവിന് വരുന്നത്, എത്ര നാൾ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം കറക്റ്റായിട്ടൊരു എത്ര വർഷമെന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അത്ഭുതവും തോന്നും, വല്ലാത്ത ഒരു സങ്കടവും. എന്താണ് യഥാർത്ഥത്തിൽ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾക്ക് ഇത്ര വയസ്സ് വരെയൊക്കെ ആയുസുള്ളൂ. അതിൽ പഴയ കാലവും കൂടി ആകുമ്പോൾ ഒന്നും പറയണ്ടല്ലോ. പഴയ കാലത്തെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഇന്നത്തെ പോലെ ഒരാളോ രണ്ട് മക്കളോ ഒന്നും അല്ല, അതിൽ കൂടുതൽ കുട്ടികളുണ്ടാവും. അപ്പം എല്ലാ ചുമതലകളും മിക്കവാറും ആൺകുട്ടികളുടെ തലയിൽ തന്നെ ആയിരിക്കാം വരിക. അവരുടെ ഉത്തരവാദിത്വമാണ് എത്ര പെൺകുട്ടികൾ ബാക്കിയുണ്ടോ ആ പെങ്ങന്മാരെ മുഴുവൻ വിവാഹം കഴിപ്പിച്ച് വിടുക, അത്യാവശ്യം ഒരു വീട് വയ്ക്കുക, വീട്ടിലേക്കുള്ള ചിലവിനുള്ളത് കൊടുക്കുക, ഇല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. ചില മിടുക്കന്മാരുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, നല്ല തുന്തിരി സ്വഭാവമുള്ളവർ. അവർ നൈസായിട്ട് ഇതിൽ കൂടെയൊക്കെ ഇഴഞ്ഞിഴഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്, ഇച്ചിരി ബുദ്ധിമാന്മാർ. ചിലരങ്ങനല്ല കേട്ടോ. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങ് ജീവിക്കുകയാണ്, അവരുടെ ആരോഗ്യം പോലും നോക്കില്ല. അതാണ് സംഭവിക്കുക. നമ്മൾ ഇപ്പം കേരളത്തിലെ ചൂട് ഇപ്പോഴാണ് ഇത്രയും ഭയാനകമായി മാറിയത് എന്ന് പറയാം. അതിന് മുമ്പ് ഇത്തിരി കുറവുണ്ട്. എങ്കിലും കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാലുള്ള കാലാവസ്ഥ എന്താണ്? ഒന്നുകിൽ നല്ല തണുപ്പ്, അല്ലെങ്കിൽ നല്ല ചൂട്. ഇതാണ് മെയിനായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്കത് ഉൾക്കൊള്ളാം. നമുക്ക് കേരളത്തിന് പുറത്തോട്ട് ഉൾക്കൊള്ളാൻ പാടാണ്. അതിനനുസരിച്ചുള്ള അസുഖങ്ങളും വന്ന് ചേരും നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പം കേരളത്തിന് വെളിയിലാണെങ്കിൽ നമുക്കറിയാം, ഇടയ്ക്ക് മാസത്തിലൊന്ന് ഒരു ദിവസമോ 2 ദിവസത്തേക്ക് ഒരു അവധിയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ 10 ദിവസത്തേക്കൊക്കെ ചേർത്ത് വന്ന് വീട്ടിലുള്ളവരെയൊക്കെ വന്ന് കണ്ടിട്ട് പോകാം, ട്രെയിനിൻ്റെ ചാർജ് എന്നുള്ളത്. പക്ഷേ ഇന്ത്യക്ക് വെളിയിലേക്ക് പോവുകയാണെങ്കിലോ അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ നാട്ടിൽ ആ ഒരു ഏരിയയിൽ ആദ്യമായിട്ട് വിദേശത്ത് ജോലിക്ക് പോയ ഒരാളാണ്. അപ്പം എൻ്റെയൊക്കെ ഓർമ്മയിൽ പോലും എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്, ജനിച്ചതിന് ശേഷം അത്ര വയസ്സ്. അപ്പം നമുക്ക് അത്രയ്ക്കും പോയാൽ പോയി എന്നുള്ളത്. വല്ലപ്പോഴും അങ്ങനെ ഒരു എഴുത്ത്, അന്നൊക്കെ ഫോണിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഫോണൊന്നും അങ്ങനെ ഇല്ല, എഴുത്ത് വരുന്നത്. അതുപോലെ തന്നെ യാത്രയെന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ നേരിട്ടുള്ള ഫ്ലൈറ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അത് ബോംബെയിലൊക്കെ പോയി, പിന്നെ അവിടെ നിന്ന് പോയി, അങ്ങനെയൊക്കെ ഒരുപാട് ലാഗ് വരുന്നതാണ്. അപ്പം അത്രയധികം നമ്മൾ തിരിച്ചു വരുമ്പം ആൾ ജീവനോടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഈ വീട്ടിൽ നിന്ന് പോകുന്നവരെ സംബന്ധിച്ച്, അല്ലേ? അപ്പം അങ്ങനെയൊക്കെ പോയി കഷ്ടപ്പെട്ട് വീടിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. അവർ ആഹാരം കഴിച്ചോ എന്ന് പോലും അറിയില്ല. നമുക്കൊന്ന് ഇന്നത്തെ അങ്ങ് ഫോൺ ചെയ്യാൻ കാണാം എന്നൊക്കെ ഉണ്ട്. അന്നൊക്കെ എന്തുവാണ് സംഭവിക്കുന്നതെന്ന് അവിടെ പോയവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിരവധി അസുഖങ്ങളുമായി തിരിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ, അല്ലേ, തിരിച്ച് വന്നിട്ട് പിന്നീടുള്ള ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു മുന്നോട്ട് എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം പോവുക? നമുക്ക് ആ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് ഇഷ്ടം പോലെ അസുഖങ്ങൾ വന്ന് നമ്മുടെ വീടിനെ ഒന്ന് ആസ്വദിച്ച് നമ്മുടെ ചുറ്റുപാടുമൊക്കെ ആയിട്ടൊന്ന് ഇണങ്ങി ഒരു നാട്ടുകാരനായി മാറുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നിരിക്കും. അത്രയ്ക്കും നമ്മൾ
കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആകെ കിട്ടുന്നത് അതിൽ നിന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഇങ്ങനെ വയ്യാതെ വന്നിട്ടുള്ള യാത്രയെക്കാളും ഇടയ്ക്കൊന്ന് അല്ലേ 2 വർഷമോ 3 വർഷമോ ചിലപ്പോൾ 5 വർഷമോ കൂടി വരുന്നവരുണ്ട്. അങ്ങനെ വന്നിട്ട് വീട്ടുകാരെയൊക്കെ കണ്ട് അല്ലേ ആ 1-2 മാസം അവർ സന്തോഷത്തോടുകൂടി ഇരിക്കും. വന്നു കഴിയുമ്പോൾ സന്തോഷമാണ്, പക്ഷെ തിരിച്ചു പോകുന്ന ഡേറ്റ് അടുക്കും തോറും എന്താണ് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണത്, വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവരുടെ. പഴയ കാലത്തെ പിന്നെ പറയുകയേ വേണ്ടല്ലോ. അപ്പം എനിക്ക് അങ്ങനെ പോകുന്നവരോടൊരു വല്ലാത്ത ഒരു സ്നേഹമുണ്ട്. അവർ പലതും ത്യജിക്കുകയാണ് അല്ലേ, സ്വന്തം കുടുംബത്തിനെ വരെ താൽക്കാലികമായിട്ട് തിരിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ആഹാരം കഴിക്കണം സമയത്ത്. നല്ല ആഹാരം തന്നെ കഴിക്കണം. അതായത് ഇന്ന ആഹാരം നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണെങ്കിൽ അത് കഴിക്കുക. അല്ലാതെ അയ്യോ അത് വാങ്ങിക്കണമെങ്കിൽ ഇത്ര രൂപയാവും, ആ രൂപ കൂടി ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് അയച്ചാൽ അവിടുത്തെ ഇന്ന കാര്യം നടക്കും, ഇങ്ങനെ നിങ്ങൾ ദയവ് ചെയ്തിനും ചിന്തിക്കരുത്. ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നന്നായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ജോലി ചെയ്യണ്ട. വീട്ടിലെ കാര്യങ്ങളിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് അവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ എന്താണ് നല്ല ആഹാരമൊക്കെ അല്ലേ വെച്ചുണ്ടാക്കി കഴിച്ച് ഓരോ ആഘോഷങ്ങളും നന്നായിട്ട് ആഘോഷിച്ച് വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് അവർ നിങ്ങളുടെ പണം കൊണ്ട് നന്നായി സുഖമായി ജീവിക്കുന്നുണ്ട്. അവർ മാത്രം ജീവിച്ചാൽ പോരാ, നിങ്ങൾ ജോലിയെടുത്തെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് പഴയ പോലെ നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും എന്ന് കരുതരുത് ഒരിക്കലും. കാരണം അത് ഭാവിയിൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് നന്നായിട്ട് നല്ല ആഹാരമൊക്കെ അത്യാവശ്യം കഴിക്കണം. വലിയ എമൗണ്ടൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ടിരിക്കുന്നെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നൊരു ചെറിയ ചെറിയ എമൗണ്ട് എടുത്താൽ സുഖമായിട്ട് വാങ്ങിക്കാം, ഷെയർ ചെയ്ത് കഴിക്കാം. ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് മനസ്സിനല്ലേ. അപ്പോൾ ഭക്ഷണം ശ്രദ്ധിക്കുക. ഒരുപാടൊന്നും കഷ്ടപ്പെട്ട് പഴയ കാലത്തിലേക്ക് പോകണ്ട. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ്. ഇന്ന് എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. പഠിത്തം കഴിഞ്ഞാൽ അപ്പം തൊട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ട്. അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് അങ്ങനെയും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരവരുടേതായ രീതിയിൽ എന്താണ് ജോലി ചെയ്യട്ടെ, നിങ്ങളും ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരുടെയും കൂടി വരുമാനമാകുമ്പോൾ വീട്ടുകാര്യങ്ങൾ നന്നായിട്ട് പോവില്ലേ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചെയ്യണേ പ്ലീസ്. ഓക്കെ.